നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ജ്ഞാനപ്പാന പൂന്താനം എഴുതിയത് എന്തിനു വേണ്ടിയാണ് എന്ന് സംസാരിച്ചു. ശരിക്കും ആ ഒരു ഇമോഷണൽ ഫീലിംഗ്, ആ ഒരു വിഷമം പറയണേക്കാളും മുന്നേ പൂന്താനം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റി സംസാരിച്ചു. ഇന്ന് നമ്മള് പൂന്താനത്തിന്റെ ലൈഫിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ഒരു അച്ഛന്റെ ഒരു വിഷമം, ഒരു അച്ഛന് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം. സ്വന്തം മോൻ, ഒരു കുഞ്ഞ്, കുറെ കാലം കഴിഞ്ഞുണ്ടായ ഒരു കുഞ്ഞ്, 6 മാസമായി അതിന്റെ ചോറൂന്റെ സമയത്ത് ആ ദിവസം കുഞ്ഞ് മരിച്ചു പോവുക ചെയ്യുന്നേ. അപ്പം ഇവിടെയാണ് പൂന്താനം കൃഷ്ണനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇടനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അതെനിക്ക് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പം പൂന്താനം ചോദിക്കുക, കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് ആകെ ഒരു മോനെ ഉണ്ടായിരുന്നല്ലോ, ഒരു മകൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മകനായിരുന്നു. ഒരു കുഞ്ഞി രാമനെ പോലെയായിരുന്നു. അപ്പം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൂന്താനം അതിന് ആ ഒരു കുഞ്ഞുണ്ടായതിന്റെ ആ ഒരു പ്രൈഡ്, ആ ഒരു എന്റെ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുക, ആ ഒരു മകനെ ഗുരുവായൂരപ്പനാണ് എനിക്ക് തന്നത്. ആ കുഞ്ഞിനെ കൃഷ്ണൻ തന്നെ എടുത്തു. ഇപ്പൊ എന്റെ അല്ല. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. അപ്പം ഇവിടെ ശരിക്കും ആ ഒരു വിഷമം, ആ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടായിട്ട് പോലും പൂന്താനം ഭഗവാന് വേണ്ടി ഒരു നെഗറ്റീവ് വേർഡ് അല്ല പറയുന്നേ. ഞാനിനി പ്രാർത്ഥിക്കില്ല, എന്തുകൊണ്ടാ സംഭവിച്ച ദേഷ്യമല്ല കാണിക്കുന്നേ. പക്ഷെ എന്നാലും ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടത് സംഭവിച്ചെന്ന്. ബിക്കോസ് നമ്മളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയ കാര്യം നമ്മുടെ കൺട്രോളിൽ ഇല്ലാന്ന് തോന്നുമ്പോ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക ചെയ്യുന്നേ. നമ്മൾ ചീത്ത പറയുന്നു, ബഹളം വെക്കുന്നു. പക്ഷെ അതൊന്നും അല്ല പൂന്താനം ഇവിടെ ചെയ്യുന്നത്. വേറെ ഒരു കാര്യം, ഇവിടെ ശരിക്കുള്ള ഒരു ഭക്തി, അതായത് ഡിവോഷൻ. നമ്മുടെ ലൈഫ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന സമയത്തല്ല ഒരു ഭക്തി തോന്നേണ്ടത്. ഇത്രയും ഒരു വിഷമമുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഭക്തി, അതിലൊരു വിശ്വാസം വേണം. ഇല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു ഫോഴ്സ്, നമുക്ക് എല്ലാം തരുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഒരു ഫോഴ്സിൽ ആ ഒരു വിശ്വാസം വേണം. ഇവിടെ പൂന്താനം പറയുന്നുണ്ട്, എന്റെ കുഞ്ഞ് പോയി, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൃഷ്ണനെ കാണുന്നത്. അപ്പം കൃഷ്ണൻ എന്റെ കുഞ്ഞിനെ പോലെ ആണോ, അതുകൊണ്ടാണോ എന്റെ കുഞ്ഞിനെ എടുത്തേ എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഇപ്പൊ പൂന്താനത്തിന്റെ. മിണ്ടാണ്ടിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ ഉണ്ടായപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലാവുന്നത്, ഈ ലൈഫില്, നമ്മുടെ ലൈഫില് ഒന്നും പെർമനന്റ് അല്ല. നമ്മൾ വരുമ്പം ഒന്നും കൊണ്ടല്ല വരുന്നത്, നമ്മൾ മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല. അപ്പം നമ്മള് ഈ ലൈഫിൽ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകും, ചെയ്യേണ്ടി വരും. നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് വയസ്സാവും, നമ്മൾ എപ്പോഴും ചെറുപ്പമായിരിക്കില്ല. നമ്മുടെ പഠിപ്പും നമ്മുടെ പ്രശസ്തിയും നമ്മൾ ഉണ്ടാക്കുന്ന കാശും പണവും നമ്മുടെ ഫാമിലിയും ഇതൊക്കെ നമ്മൾ ഒരു ദിവസം ഉപേക്ഷിച്ചിട്ടാ പോകുന്നേ. അപ്പം കുറെ ആൾക്കാര് ഒരു കാര്യം ഇല്ലാണ്ടും ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. ഇപ്പം കാശുണ്ടാക്കാൻ വേണ്ടി രാവും പകലും അതിനു വേണ്ടി മാത്രം ചിന്തിക്കും. അവർക്ക് ഫാമിലി വേണ്ട, ഫ്രണ്ട്സ് വേണ്ട, വേറെ ഒന്നും വേണ്ട. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഒരു ദിവസം പോവും അല്ലെ. നമ്മുടെ ഡെത്ത് ബെഡ്, അതായത് നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ അത്രയും സമ്പാദിച്ചു എന്നൊന്നുമല്ല നമ്മൾ നോക്കുന്നേ. നമ്മൾ ജീവിച്ച ദിവസങ്ങൾ, നമ്മൾ ജീവിച്ച സമയങ്ങൾ നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പോയി കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ ഓർത്തിരിക്കും, അതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശരിക്കും പൂന്താനത്തിനുണ്ടായ ഈ ഒരു ട്രാജഡി, ഈ ഒരു ലോസ്, ഇതാണ് പൂന്താനത്തിന് ഭഗവാനിലുള്ള, ഗുരുവായൂരപ്പനിലുള്ള വിശ്വാസമൊക്കെ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവാൻ പറ്റുമായിരുന്നു അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ ഒരു ഭക്തി, ആ ഒരു ഡിവോഷൻ, അത് കുറെ കൂടി സ്ട്രോങ് ആയി. കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ആക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, സ്വന്തം മോനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം പൂന്താനം പറയുന്നുണ്ട്, സ്വന്തം മോൻ, പൂന്താനം ഉണ്ടാക്കിയ മോനാണേ പോലും അത് ടെമ്പററി ആണ്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്, നാളെ ഉണ്ടാവണം എന്നില്ല.
അപ്പൊ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പം ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആവാൻ പാടില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യും. എന്തായാലും അവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.